ഇപ്പം എത്ര സ്പേസ് ഈ ഡ്രിബിളിങ്ങിന് ഞാൻ എത്ര സ്പേസ് തന്ന്? വലിയ കുറേ സ്ഥലമുണ്ടോ കുറച്ച് സ്ഥലമാണോ? കുറച്ച് സ്ഥലമാണ്. കുറേ ആളുണ്ടോ കുറച്ചാളാണോ? കുറേ ആളുണ്ട്. കുറേ ആളുണ്ടാവുമ്പോൾ കുറച്ച് സ്ഥലത്ത് നമ്മൾ എന്താ ചെയ്യുക? നമ്മളെങ്ങനെ കളിക്കുക? നമ്മൾ ബോൾ ഇങ്ങനെ തട്ടിയിട്ടിട്ടാണോ ഓടുക? ബോൾ ഇങ്ങനെ കൺട്രോൾ ചെയ്തിട്ടാണ് കളിക്കുക? കൺട്രോൾ ചെയ്തിട്ട്. നമുക്ക് എന്തില്ല? സ്ഥലമില്ല, സമയമല്ല പറയാൻ കാരണം എന്താ? നമ്മൾ ബോൾ മുന്നിക്ക് തട്ടുമ്പോഴത്തേനും അടുത്ത ആൾ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബോള് നമ്മളെ കാലുമ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഡ്രിബിൾ ചെയ്യുമ്പോൾ പതുക്കെ ഡ്രിബിൾ ചെയ്യണം. ഇങ്ങനെ തട്ടിയിട്ട് പിന്നാലെ ഓടാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ എന്താവും? തമ്മിൽ കൂട്ടിമുട്ടും. നമ്മളിപ്പോൾ ഇവിടെ എന്തൊക്കെ നോക്കണം? നമ്മുടെ മുന്നിൽ നിന്ന് മറ്റേ ആൾ വരുന്നുണ്ടോ, അവൻ്റെ ബോള് വരുന്നുണ്ടോ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ നിന്ന് അപ്പോൾ അങ്ങനെ 3-4 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചിട്ട് കളിക്കണം. സ്ഥലവും സമയം ഇല്ലാത്തടത്ത് നമ്മൾ എന്ത് ചെയ്യുക? കാലുമ ബോൾ കൺട്രോൾ ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു ഒരു ഫോർവേഡ് കളിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഡിഫൻഡർ ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെ കളിക്കുക? ബോൾ കൺട്രോൾ ചെയ്തിട്ട് അല്ലേ? ഞാൻ ആ ബോൾ തട്ടിയിട്ട് ഓടാൻ പറ്റുമോ? എൻ്റെ കൂടെ ഇയാൾ നിൽക്കുക. നേരെ മറിച്ച് അയാൾ അവിടെ ആണെങ്കിൽ ഇവിടുന്ന് സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ എന്താ തട്ടിയിട്ട്. അപ്പോൾ ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്യുക. അതിനെന്ത് വേണം? നമ്മളെ കളി എവിടുന്ന് വരണം? തലേന്ന് കളി വരണം. കാലും എന്ത് വേണം? നല്ല ആരോഗ്യവും ഫിറ്റ്നസ്സൊക്കെ വേണം. പക്ഷെ എന്ത് വേണം? കളി ഇവിടുന്നാണ് വരണ്ടേ. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? കളിക്കണതിൻ്റെ മുന്നേ നമ്മൾ എങ്ങോട്ട് കൊടുക്കണം, ആർക്ക് കൊടുക്കണം? നമ്മളെ ടീംമേറ്റ്സ് എങ്ങനെയാണ്? നമ്മളെ ടീംമേറ്റ്സിന് ആർക്കോ കൺട്രോൾ ഉണ്ട്, ആർക്കോ കൺട്രോൾ ഇല്ല, ആരൊക്കെ കളിക്കാൻ പറ്റും, അതൊക്കെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമ്മൾ ഒരാൾക്ക് എടുക്കാൻ കഴിയാത്ത ഒരാൾക്ക് പവറിലാണ്ട് കൊടുത്തിട്ട് അവൻ എടുക്കാത്തതിന് അവനോട് ചൂടായിട്ട് കാര്യമുണ്ടോ? അത് നമുക്കറിയില്ല, അവൻ എടുക്കാൻ അറിയില്ലാന്ന്. പിന്നെ നമ്മൾ അങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ? കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും കളിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ഓരോരോ ഐഡിയകൾ എന്ത് ചെയ്യുക? നമ്മളൊരു പാസ് റിസീവ് ചെയ്യണതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ടീംമേറ്റ്സിനെ നോക്കണം. അല്ലാതെ ഈ ബോൾ വരുമ്പോൾ ടോപ്പ് അടിച്ചിട്ട് വിട്ടിട്ട് കളഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും നമ്മുടെ ടീംമേറ്റ്സിനെ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ കളിക്കുമ്പോൾ നല്ല ഒത്തിണക്കത്തോടെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സിറ്റുവേഷൻ, ചെറിയ സ്ഥലമാണോ വലിയ സ്ഥലമാണോ, എങ്ങനെയാണ് അതിനനുസരിച്ച് കളിക്കുക. ഓക്കെ, ചെറിയ സ്ഥലമാണെങ്കിൽ ബോൾ പിടിച്ചിട്ട് കളിക്കുക. കുറേ സ്ഥലം ഉണ്ടെങ്കിലോ, സ്പേസ് ഉണ്ടെങ്കിലോ, യെസ്, നമ്മൾ അങ്ങനെ കളിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ 4 ആൾ പോയപ്പോൾ 26 ആളുണ്ട്, 13 ആൾ. 13 ആൾ അലി കോച്ച് ടീം ഇടും, കളിപ്പിച്ചാൽ മതി. ഓക്കെ, റെഡി?